ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി മോർണിംഗ്. ഇന്നും പതിവ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ തമ്പനെയിൽ ടൈറ്റിൽ കൊടുത്ത പോലെ വേദനിച്ച് സന്തോഷിച്ച ഒരു ദിവസമാണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പം എന്താണെന്നറിയാം. അപ്പം എന്നും പതിവും പോലെ നമ്മുടെ ചെടീൻ്റെ അടുത്ത് കുറച്ച് നേരം വന്ന് നിന്ന് അതിനൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് പോയത്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ ടിക്ക ചപ്പാത്തി റോൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ചിക്കൻ ടിക്ക എങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ മുൻപേ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ചപ്പാത്തിയിലേക്ക് കുറച്ചൊരു മയോണൈസ് അല്പം ഒന്ന് തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ടിക്ക ചേർത്ത് കൊടുക്കാം. അതിന് മേലെ നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ഞാനിപ്പം ക്യാരറ്റും കാബേജും ക്യാപ്സിക്കും പിന്നെ കുറച്ച് ഉള്ളിയും ലെറ്റൂസ് ലീവ്സും ആണ് കേട്ടോ എടുത്തത്. ഇനി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് മാത്രം കൂടെ ചേർക്കാം. എന്നിട്ട് അല്പം ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ റെഡ് ചില്ലി സോസോ ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് റോൾ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പം നമ്മുടെ ഫസ്റ്റ് റോൾ ഇവിടെ റെഡി ആയി കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ചിന് തക്കാളി റൈസായിരുന്നു കേട്ടോ, ടൊമാറ്റോ റൈസായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരു കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ടു. അതൊന്ന് പൊട്ടിയതിന് ശേഷം അല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അല്പം മല്ലിയിലയും കൂടി ചേർക്കണം. അതിനുശേഷം തക്കാളി ചേർക്കാം. തക്കാളിയുടെ അളവ് ഒരു ഗ്ലാസ് അരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 തക്കാളി ആവശ്യം വരും കേട്ടോ. അതിലേക്ക് അല്പം മഞ്ഞളും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം ഗരം മസാലയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് തക്കാളി എടുക്കുക, അതിനനുസരിച്ചിട്ട് മസാലപ്പൊടികളും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ ആവണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം. 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന പൊന്നി അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ആവുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വേവിക്കാം. ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി. ഇനി നിങ്ങളുടെ അരി എടുക്കുന്നതിനനുസരിച്ച് വിസിൽ വ്യത്യാസം വരും. പിന്നെ ലെഗ് ഫ്രൈ ആണ് കേട്ടോ, ചിക്കൻ ലെഗ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ലെഗാണ് കേട്ടോ എടുത്തത്. അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാം. ഒരുപാട് ഡ്രൈ ആയി പോവരുത്. അപ്പം ഒരു റഫാണ പോലെ നമുക്ക് തോന്നും, സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ലെഗ് ഫ്രൈയും ഇവിടെ റെഡിയായി കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം ലഞ്ചിൻ്റെ സമയമായപ്പം ഞാൻ മക്കൾക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് തൈരും പിന്നെ സാലഡും എഗ്ഗ് ബുജ്ജി എന്ന് പറയുമല്ലോ, നമ്മൾ എഗ്ഗ് ഉപ്പേരി ഉണ്ടാക്കില്ലേ, അതാണ് കേട്ടോ. അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിന് ശേഷമാണ് കേട്ടോ ഞാൻ തമ്പനെയിൽ കാണിച്ച പോലെ എന്തിനാണ് വന്നതെന്ന് ഞാൻ പറയാം. ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഒന്ന് എന്താ പറയുക, മൂക്കുത്തണമെന്ന്, നോസ് പിൻ ഒന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹവും സാധിച്ചു. കുറച്ച് വേദന ഉണ്ടെങ്കിലും കൂടുതൽ സന്തോഷമായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു പിസ്സ ആയിരുന്നു കേട്ടോ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പിസ്സ ബേസ് അത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ 1-2 ടൈം കൂടെ ഒന്നും കൂടെ ചെയ്ത് നോക്കിയതിന് ശേഷം പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പം ഞാനിപ്പം പിസ്സ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദമാവാണ് കേട്ടോ എടുത്തത്. ഗോതമ്പ് മാവിൽ നമുക്ക് തയ്യാറാക്കാം, അതാണ് ഹെൽത്തി. എന്നാലും മൈദമാവിൽ തയ്യാറാക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ കടയിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നുകൊണ്ട് ഇത് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്കിത് പൊങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മാവ് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി. ഇനി ഞാനെടുത്ത മാവ് കൂടുതലും പിസ്സ ആ ഒരു പാനിൻ്റെ അളവ് കുറവായിട്ടാണോ എന്താണെന്നറിയില്ല, നല്ല എന്താ പറയുക ബ്രെഡ് പോലെ വന്നു കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും കഴിക്കുകയും ചെയ്തു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം പാത്രം കഴുകലെന്നൊരു മാമാങ്കത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.